സിനിജി 2022 കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു സംഘടനയാണ് PFI. പക്ഷേ ഈ PFIക്ക് വേണ്ടി പണം സമാഹരിച്ച, അതായത് ഭീകരപ്രവർത്തനങ്ങൾക്കും രാജ്യത്തെ രാജ്യദ്രോഹ നടപടികൾക്കൊക്കെ വേണ്ടി പണം സമാഹരിച്ച മലയാളികളുടെ അക്കൗണ്ടുകൾ NIA ശേഖരിച്ചിട്ടുണ്ട്. അവർ EDയുടെ NIAയുടെയും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നു. മാത്രമല്ല, കൊടും ഭീകരനെ, PFIയുടെ കൊടും ഭീകരനെ കൂടി ഇപ്പോൾ NIA പിടിച്ച് എടുത്തിട്ടുണ്ട്, കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ നിരോധിച്ചെങ്കിൽ പോലും ഇവർ അവിടെയും ഇവിടെയൊക്കെ നിന്നുകൊണ്ട് ഇവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയാണോ? തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ നേതാക്കളെ മുഴുവൻ പിടികൂടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ മുഴുവൻ നേതാക്കളെയും പിടികൂടിയതുകൊണ്ട് അണികൾ മാറുന്നില്ലല്ലോ. അവരെ വിശ്വസിച്ച അല്ലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആദർശങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർ പിന്നീട് പല പാർട്ടികളിലേക്കും നുഴഞ്ഞു കയറി എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ കയറിയത് CPMലാണെന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. എന്തായാലും പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയവുമായി നീങ്ങുന്ന ആളുകളെ പെട്ടെന്നൊന്നും തളർത്താൻ കഴിയില്ല. ഇപ്പോഴല്ല, മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ ആശയങ്ങളുമായി അവരുടെ തന്ത്രങ്ങളുമായി കൃത്യമായി മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാലോ, ഖിലാഫത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അലി ബ്രദേഴ്സ് രംഗത്ത് വന്നപ്പോൾ ഗാന്ധിജി കരുതിയത് അവരെ കോൺഗ്രസിനൊപ്പം കൂട്ടിയാൽ മുസ്ലിം ജനങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് കിട്ടുമെന്നാണ്. പക്ഷേ ഈ അലി സഹോദരങ്ങൾ അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട വെച്ച് ഗാന്ധിജി ഉപയോഗപ്പെടുത്തുക ചെയ്തത്. ഇനി നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വൻതോതിൽ വിദേശത്ത് നിന്ന് പണം ഒഴുകിയിരുന്നു. ഏതാണ്ട് 13,000 അക്കൗണ്ടുകളിലൂടെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്കായി പണം എത്തിയത്. അങ്ങനെ പണം എത്തണമെങ്കിൽ വിവിധ അക്കൗണ്ടുകൾ വേണമല്ലോ. ഇതിൽ തന്നെ 10,000 പേർ മലയാളികളാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമല്ലേ? അതായത് ഇന്ത്യയിൽ നിന്ന് ജോലി തേടി അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജോലി തേടി എത്രയോ ആളുകളാണ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. ഒരു കാലത്ത് നമ്മുടെ സ്വപ്ന രാജ്യം എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസ് ആയിരുന്നു. അപ്പം ഗൾഫ് കൺട്രീസിൽ ഏറ്റവും അധികം ആളുകൾ പോയിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരുടെ അക്കൗണ്ടുകൾ കൃത്രിമമായി ഉപയോഗപ്പെടുത്തി വൻതോതിൽ ഫണ്ടുകൾ ശേഖരിച്ച് അത് നാട്ടിലേക്ക് പണം അയക്കുന്നു എന്ന വ്യാജേന പോപ്പുലർ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ പണം മുഴുവൻ ഇവിടെ ആരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു? ഇത് നിരീക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തില്ലേ? അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം NIAയും EDയും ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ ഈ അക്കൗണ്ടുകൾ കൃത്യമായി നിരീക്ഷിച്ചു. അപ്പോൾ 13,000-ൽ 10,000 അക്കൗണ്ടുകളും മലയാളിയുടേതാണെങ്കിൽ അവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലേക്ക് വരണം. അപ്പോൾ ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ എവിടെയെങ്കിലും ഇവർ വന്നിറങ്ങിയാൽ ഒരു പക്ഷേ EDയുടെയും NIAയുടെയും നോട്ടപ്പുള്ളികളാണെങ്കിൽ അവരെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാം. ഇത് ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വം അകലെയാണെങ്കിലും ഇതേ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന 3ാം നിര 4ാം നിര നേതാക്കളെല്ലാം തന്നെ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. ഇവർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനുള്ളിൽ ഒതുങ്ങി നിൽപ്പുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മലയാളികൾക്ക് ലീവ് കിട്ടിയാൽ പോലും അവർ നാട്ടിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. പകരം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള കുടുംബാംഗങ്ങളെ അവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലെന്ത് പറയുന്നു? ഇന്നയാൾക്ക് അവിടെ ജോലി ഉള്ളതുകൊണ്ട് അയാൾ ഭാര്യയും മക്കളെയും ഗൾഫ് കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നു, വിദേശ രാജ്യങ്ങൾ കാണിക്കാനായി കൊണ്ടുപോകുന്നു. സത്യത്തിൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇന്ത്യയിലേക്ക് വരാൻ, കേരളത്തിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇനി ഇവർ ലക്ഷ്യമിട്ട മറ്റൊരാളുണ്ട്. അതായത് ഈ ഹാത്രാസ് കേസ് ഉണ്ടല്ലോ, അതിലെ പ്രതികളായ സിദ്ദിഖ് കാപ്പന്, അതുപോലെ തന്നെ ഈ റാവുഫ് ഷെരീഫ്, ഇവരുടെ രണ്ടുപേരുടെയും ഭാര്യമാരുടെ പേരിൽ വരെ പണം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തിനാണ് പണം വന്നത്? അപ്പോൾ അവരെ ഉപയോഗിച്ച് അവരെ ടൂളാക്കി വെച്ചുകൊണ്ട് ചില ആളുകൾ കാര്യങ്ങൾ നിയന്ത്രിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പണം കൃത്യമായി ഉപയോഗപ്പെട്ടു. അവർ നിയന്ത്രണത്തിലാണല്ലോ. ഇപ്പോൾ പിടിയിലായത് ഒരു ബീഹാർ സ്വദേശിയാണ്. അതായത് മുഹമ്മദ് ആലം ബീഹാർ സ്വദേശി ആൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴാണ് പിടികൂടിയത്. അപ്പോൾ ഇയാൾ ഇത്തരത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല കേസുകളും പ്രതിയാണ്. ഇപ്പോൾ NIA ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. 18ാം പ്രതിയായിട്ടാണ് ഇയാളുടെ പേരിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇയാൾ വന്നിറങ്ങിയപ്പോൾ ഇയാളുടെ അക്കൗണ്ടുകൾ വഴി വന്ന പണം, അപ്പം മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്തിട്ട് വന്ന പണമല്ല. ഇപ്പം നമ്മൾ കുഴൽപ്പണം എന്നൊക്കെ പറയത്തില്ലേ, വൻതോതിൽ എവിടെ നിന്നോ പണം ശേഖരിക്കുന്നു. ഈ പണം ഒറ്റ അക്കൗണ്ടുകളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി വിവിധ അക്കൗണ്ട് ത്രൂ എത്തുന്നു. അപ്പം ധന്യയുടെ അക്കൗണ്ട് വഴിയും എൻ്റെ അക്കൗണ്ട് വഴിയും 3ാമതൊരാളുടെ അക്കൗണ്ട് വഴിയും വരികയും ഈ പണം കളക്ട് ചെയ്യാൻ പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെത്തുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ഈ പണം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. NIA അന്വേഷിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട് വഴി എന്തിനാണ് ഇത്രയധികം പണം വന്നത്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത്, ഇതിൻ്റെ സോഴ്സ് വേണമല്ലോ. ഇനി നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ ആ പണം എന്തിന് ചെലവഴിച്ചു എന്നതിൻ്റെ സോഴ്സ് കാണിക്കണ്ടേ? നമ്മുടെ കൂട്ടത്തിൽ ഒരു വലിയ എമൗണ്ട് അക്കൗണ്ടിൽ വന്നാൽ അതുകൊണ്ട് നമുക്ക് വീട് വാങ്ങാം, വണ്ടി വാങ്ങാം, അല്ലെ വസ്തു വാങ്ങാം. ഇതൊന്നും ചെയ്യാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഹ്യൂജ് എമൗണ്ട് വരികയും ഇതിൻ്റെ യാതൊരു ബെനിഫിറ്റും നമുക്കില്ലാതെ വരികയും ചെയ്താൽ സംശയാസ്പദമല്ലേ? തീർച്ചയായിട്ടും.
PFI എന്ന് പറയുന്നത് സിനിജി നേരത്തെ പറഞ്ഞതുപോലെ നിരോധിത സംഘടനയാണെങ്കിൽ പോലും അതിൻ്റെ അണികൾ ഇപ്പോഴും പല പാർട്ടിയിൽ ഉള്ളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവർ ആ പാർട്ടിക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. അവർക്ക് നിൽക്കാനൊരു സ്ഥലം വേണം. ആ സ്ഥലത്തിന് വേണ്ടിയാണ് പല പാർട്ടിക്കുള്ളിലേക്ക് ഇവർ കയറി ചെല്ലുന്നത്. എന്നിട്ട് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 2047 കൂടി ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുക, ഇവരുടെ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഭീകരപ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഭീകരപ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ, നമ്മൾ ഈ കർഷക സമരത്തിലൊക്കെ PFIയുടെ ഫണ്ടുകൾ നിരവധി ഒഴുകിയെത്തി എന്നൊക്കെയുള്ള വാർത്തകൾ ആ സമയത്ത് വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അപ്പോൾ എവിടെ ഒരു കലാപം ഉണ്ടാക്കുന്നു ആ കലാപത്തിലൊക്കെ ഇവരുടെ സാന്നിധ്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായി NIA നിരീക്ഷിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഈ ട്രെയിൻ അട്ടിമറി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ അത്രത്തോളം കണ്ണ് തുറന്ന്, അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അത്രത്തോളം കണ്ണ് തുറന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇപ്പോഴും ഈ ഭീകര സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കയറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ പറയുന്നത് പോലെ ഈ മലയാളികളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം വരുന്നു. ഈ മലയാളികളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം വരുമ്പോൾ ഇത് ഏത് തരത്തിലായിരിക്കും ഇനി ഈ PFI എവിടെ നിന്നായിരിക്കും ഈ പണം വരുന്നത്? ഇപ്പോൾ നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ ആയിരിക്കില്ലേ ഇവർക്ക് ഈ ഫണ്ട് വരുന്നത്? അങ്ങനെയുണ്ട് തന്നെയാണ്. കാരണം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികളിൽ തന്നെ തീവ്ര മതനിലപാടുള്ള വളരെയധികം ആളുകളുണ്ട്. അവരിൽ നിന്ന് വൻതോതിൽ പണം ഒഴുകിയെത്തും. അതായത് ഇന്ത്യയിൽ, കേരളത്തിൽ, മഹാരാഷ്ട്രയിൽ, ജമ്മു കാശ്മീരിൽ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം. ആ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അവിടെ കുറേ പേരെ വിലക്കെടുക്കണം, അവർക്ക് പണവും ആയുധവും ബാക്കിയുള്ള സഹായം ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ ആശയം വെച്ച് പുലർത്തുന്ന വിവിധ രാജ്യങ്ങളിൽപ്പെട്ട ആൾക്കാർ അതിനുവേണ്ടി ഫണ്ട് വിനിയോഗിക്കും. ആ ഫണ്ട് മറ്റു പല പേരുകളിലേക്കാവും എത്തുക. ഇപ്പോൾ അവിടുത്തെ ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എന്ന പേരിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ ആത്യന്തികമായ ലക്ഷ്യം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ പൊതിഞ്ഞു വെച്ച ഒരു ആവരണമായി ഇവർ പ്രവർത്തിക്കുന്നു. ഇവർ CPMലേക്കോ കോൺഗ്രസിലേക്കോ മുസ്ലിം ലീഗിലേക്കോ നുഴഞ്ഞു കയറിയാലും അവർ ആ സംഘടനയുടെ പ്രവർത്തകരായിട്ട് നിലകൊള്ളുകയും ഉള്ളിൻ്റെ ഉള്ളിൽ നിഗൂഢമായ ലക്ഷ്യം വെച്ച് മുന്നേറുകയും ചെയ്യുന്നു. അതുതന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്നത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനങ്ങൾക്കിടയിൽ തീവ്രവാദ സ്വഭാവമുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളും അവരുടെ ഈ സ്വാധീനത്താൽ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ആളുകളുമൊക്കെ ഈ കേരളത്തിലടക്കമുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് 10ഉം 10,000ഉം അക്കൗണ്ടുകളിലൂടെ പണം എത്തിക്കുന്നത്. 10,000 മലയാളികളുടെ അക്കൗണ്ട് വഴി പണം എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നത് ഇപ്പോൾ വലിയ സമ്പന്നന്മാരുണ്ട്. ഈ സമ്പന്നന്മാർക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പണം എത്തിക്കാൻ പറ്റില്ല. പകരം അവിടുത്തെ ഏജൻറ്റുമാരുണ്ടാവും. അപ്പോൾ ആ ഏജൻറ്റിലേക്ക് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നു. അത് കഴിഞ്ഞ് അടുത്ത ആളൊരു കോൺട്രിബ്യൂഷൻ നൽകുന്നു. ഈ പണമെല്ലാം കൂടെ ഈ PFIയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു. നമുക്കറിയാലോ, ആലപ്പുഴയിൽ അവലും കുന്തിരിക്കോ എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു വലിയ പ്രകടനം നടന്നു. മലരും കുന്തിരിക്കവും. അതെ, ആ മുദ്രാവാക്യം വിളിച്ച പ്രകടനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര തീവ്രമായ നിലപാടുകളാണ് അവരുടെ മുദ്രാവാക്യം വിളിയിൽ പോലും ഉയർന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും ഇത്രയും വർഗീയമായ മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് അവർ തന്നെ അതിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകണമെന്ന് ലക്ഷ്യം വെച്ച് പുലർത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയേക്കാൾ തീവ്രമായ നിലപാടുള്ളവർ ഇവിടെയുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ ആളുകൾ PDPയിലേക്ക് ഒരു കാലത്ത് വന്നത്? എന്തുകൊണ്ടാണ് SDPയിലേക്ക് ഒരു കാലത്ത് ആളുകൾ കൂടുതൽ വന്നത്? അതായത് തങ്ങളുടെ ആശയങ്ങൾക്ക്, തങ്ങളുടെ മതചിന്തകൾക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമ്മർദ്ദത്തിലായി നിൽക്കുന്ന ആളുകളെ വലിച്ചെടുക്കാനാണ് കേരളത്തിൽ ISI വന്നത്. പിന്നീട് അത് NDFI മാറി, പിന്നീട് അത് SDPI മാറി. അപ്പോൾ സാധനം ഒന്ന് തന്നെ, പേരും രൂപവും ഒക്കെ ഒന്ന് മാറുമായിരിക്കും. ഒന്ന് ഇടത്തോട്ട് ചരിഞ്ഞ് ഒന്ന് വലത്തോട്ട് ചരിഞ്ഞൊക്കെ നിൽക്കുമെന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന തീവ്രവാദ ആശയങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങൾ നിറവേറ്റാനായിട്ട് പലരും പ്രവർത്തിക്കുന്നു. ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം കേരളത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഇവർ ആരാണെന്ന് NIAയും EDയും തിരിച്ചറിയുന്നു. കേരളത്തിലേക്ക് വന്നിറങ്ങിയാൽ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇവർ പിടിക്കപ്പെടാം. അതുകൊണ്ട് സ്വന്തം കുടുംബത്തെ കാണാൻ അവരെ അവിടേക്ക് കൊണ്ടുപോകുന്നു. മറ്റു ചിലർ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്നവരാണെങ്കിൽ ആ ഫാമിലി അവിടെ താമസിപ്പിക്കും. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഇവർ നാട്ടിലേക്ക് വരികയുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ NDFനൊപ്പം, അതായത് ഇപ്പോഴത്തെ SDPIയുടെ ഒപ്പം നിന്ന PFIക്കൊപ്പം നിന്ന ആളുകളൊക്കെ എവിടെ?
പല ആളുകളും കച്ചവടവുമായി, വ്യവസായവുമായി ബന്ധപ്പെട്ട്, വിവിധ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുകി നിൽക്കുന്നുണ്ട്. ഇവർ ഒരു സ്ഥലത്തുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഇവരെല്ലാം ഒന്നിച്ചു വരും. അപ്പം അണഞ്ഞു പോയി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചു എന്നുള്ള നമ്മുടെ ചിന്താഗതിയാണ് തെറ്റ്. അത് NIA-യും ED-ക്കും അതുപോലെ റോ പോലെയുള്ള കേന്ദ്ര സംഘടനകൾക്കും കൃത്യമായ അറിവുണ്ട്. അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും, കൃത്യമായ നടപടിയെടുക്കും. അതിൻ്റെ തുടക്കമെന്ന് വേണം നമുക്ക് ഈ അക്കൗണ്ടുള്ളവരെ നിരീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഫാമിലി ഒന്നും തിരിച്ചു വന്നില്ല എന്ന് വെച്ചോ, പക്ഷേ ഇവരുടെ അച്ഛൻ, അമ്മ, ബന്ധുക്കളൊക്കെ നാട്ടിലുണ്ടല്ലോ. കൃത്യമായിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് നീങ്ങാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് സാധിക്കും. അല്ലേ? തീർച്ചയായിട്ടും. ഓരോ ദിവസവും PFI ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും നിങ്ങളുടെ ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാനോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാനോ പറ്റില്ല എന്ന ഉറച്ച നിലപാടുമായി തന്നെയാണ് NIA മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്.